ബുദ്ധിമുട്ടാക്കാതെ മാറിക്കൊടുക്കും. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. ولولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. صدق الله العلي العظيم. തുടങ്ങിയ ആൾക്കാർ മുന്നിൽ വന്നില്ലേ? അറിയാം. തുടങ്ങിയ ആൾക്കോട് വരും. وقال سيدنا محمد صلى الله عليه وسلم العلم حياة الإسلام وعماد الدين. صدق رسول الله. ഒരു വലിയ വഅദിനെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമലയും ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ഹസനി ഹാഫിദ് ഉസ്താദ് അവറുകളും ദേലമ്പാടി ഉസ്താദും എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ പ്രസംഗിക്കാന്ന് പറഞ്ഞ ഒരു പണിയാണ്. ആ ചെറിയൊരു പണിയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നാളുകളായി ബഹുമാനപ്പെട്ട ഷറഫു സാദാത്തിൻ്റെ നേതൃത്വത്തിൽ ദർസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എമ്പാടും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു അർദ്ധവിരാമം എന്നോണമുള്ള ഒരു കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് റഈസുൽ ഉലമയുടെ നേതൃത്വത്തിൽ സുൽത്താനുൽ ഉലമയുടെ ആശീർവാദത്തോടെ ഈ സദസ്സിന് ഈ ജൽസക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. വലിയ ഹദീസുകൾ പഠിപ്പിക്കുന്ന പല സ്ഥലങ്ങളും ഉത്തരേന്ത്യയിലുള്ള പല സ്ഥലങ്ങളും ആ ഹദീസ് എന്ന പേരിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അവസാനം ഒരു ബിദ്അത്തിന്റെ കച്ചവടക്കാരായി അവർ തിരിച്ചു പോരുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കെല്ലാം അറിയാം. സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആയിരങ്ങൾ അവിടെ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തഹ്സീൽ സമയത്ത് ദൗറത്തുൽ ഹദീസ് സ്ഥാപിച്ച് സിഹാഹു സിത്തയിൽ നിന്നുള്ള ഒരു ഖദർ സബക്ക് ഓതി കൊടുത്ത് അങ്ങനെ അവിടം വെച്ച് ഫാരിഗാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ എല്ലാ മുത്തവ്വൽ കോളേജുകളിലും ഹദീസിൻ്റെ സബക്കുണ്ട്. സിഹാഹു സിത്ത പൂർണ്ണമായില്ലെങ്കിലും കുറച്ച് ഉണ്ടാകും, എല്ലാ കോളേജിലുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കേരളത്തിൻ്റെ തെക്കേ ഭാഗത്ത് നിന്നൊക്കെ പല മൗലവിമാരും നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ബിദ്അഈ ആശയങ്ങളുള്ള കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുകയും തിരിച്ചു വരുമ്പോൾ അവർ അര വഹാബിയായി പിന്നെ കാലങ്ങൾ കൊണ്ട് മുഴുവൻ വഹാബിയായി മാറുന്ന അവസ്ഥ ബോധ്യപ്പെട്ടപ്പോഴാണ് ആലപ്പുഴ ഹാഷിമിയ എന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ ദൗറത്തുൽ ഹദീസ് ആരംഭിച്ചത്. അൽഹംദുലില്ലാ 810 യുവപണ്ഡിതന്മാർ അവിടെ നിന്ന് ഈ കുറഞ്ഞ കാലം കൊണ്ട് ഹാഷിമി ബിരുദം സ്വീകരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അഖ്വാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അഫ്ആലുഹു വ തഖ്രീറാത്തുഹു. അതാണ് തിരുനബിയുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അനുവാദങ്ങളും ഒപ്പിയെടുത്ത് സ്വഹാബി
മഹത്തുക്കളിലൂടെ താബിഈ മഹത്തുക്കളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നു ചേരുന്ന പരമ്പരയോടുകൂടിയുള്ള വിസ്താരത്തിനാണ് ശരിക്ക് ഹദീസ് എന്ന് പറയുന്നത്. അഹ്ലുൽ ഹദീസി ഹുമു അഹ്ലുൻ നബിയ്യി വഇൻ ലം യസ്ഹബു നഫ്സഹു അൻഫാസഹു സ്വഹിബു. പഴയകാല കിതാബുകളിൽ തന്നെ ഈ ബൈത്തുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടുത്തെ വോയിസിനോട്, അവിടുത്തെ തിരുവചനങ്ങളോട് സഹവസിക്കാൻ കഴിഞ്ഞ ആളുകളാണ് ഹദീസിൻ്റെ അഹ്ലുകാർ. അതുകൊണ്ട് അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുകാർ എന്ന് മഹത്തുക്കൾ പാടിയിട്ടും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഈ ഹദീസിൽ വലിയ ഒരു താല്പര്യം കാണിക്കുകയും ബാഖിയാത്തുസ് സ്വാലിഹാത്തിലെ ഷെയ്ഖുൽ ഹദീസായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയെ, താജുൽ ഉലമയുടെ ഉസ്താദാണ്. നമ്മളൊക്കെ എട്ടിക്കുളത്ത് പോകുന്ന വഴി പാപ്പനശ്ശേരിയിലാണ് ഷെയ്ഖ് ഹസൻ തങ്ങളുടെ ഖബർ. ഞാൻ പല പ്രാവശ്യം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രായമനുസരിച്ച് മഹാനെ കാണാനുള്ള അത്രയും പ്രായം എനിക്കില്ല, പക്ഷെ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഉളൂ ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് 10 വയസ്സുണ്ടോയെന്ന് അറിഞ്ഞില്ല. എൻ്റെ ഉപ്പ അവിടുത്തെ ഒരു കാര്യപ്പെട്ട ആളായതുകൊണ്ട് ഒരുപാട് ബാക്കവിമാർ നിൽക്കുമ്പം ഞാനിങ്ങനെ അവിടുത്തെ ഒരു കേത്തിലുണ്ട്, എപ്പോഴും കേത്തിൽ കയ്യിലുണ്ടാവും. ഒരു വെള്ളപ്പാത്രം കൊണ്ട് നടക്കൽ സ്വാലിഹ്യങ്ങളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കൈ കഴിയും. അപ്പോൾ എന്നിങ്ങനെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. വളരെ ചുക്കിച്ചൊളിഞ്ഞ നല്ല വെളുത്ത മുഖം, നീണ്ട മുഖം, ആ പഴയ വട്ടക്കൈ ജുബ്ബ, മൂട്ടിയ കള്ളിത്തുണി, ഈ ചെവി വരെ ഇറങ്ങിക്കിടക്കുന്ന തൊപ്പി, അതാണ് അവിടുത്തെ വേഷം. ആ ഷെയ്ഖ് ഹസൻ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിയെ സുൽത്താനുൽ ഉലമ കൊണ്ടുവന്ന് ആദ്യമായി അവിടുത്തെ ദർസിൽ സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തു. സാധാരണ ഓതിക്കൊടുക്കൽ 10 കിതാബാണ്, അല്ലെങ്കിൽ ഫത്ഹുൽ മുഈനാണ്. ഇത് അവിടുത്തെ താല്പര്യപ്രകാരം സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തു. ആ സ്വഹീഹുൽ ബുഖാരിയിലൂടെ പ്രസിദ്ധമായി സുൽത്താനുൽ ഉലമ 60 വർഷം സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെ എല്ലാ ഫുനൂനുകളിലെയും കിതാബുകൾ ഫലമ്മാ തആതൈതുൽ ഫുനൂന വഹല്ലഹ തബയ്യന ലി അന്നൽ ഫുനൂന ജുനൂനു എന്ന് ഫുനൂനുകൾ തിരിയാതെ പല ആളുകളും പലതും പറയുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ഫന്നും സുൽത്താനുൽ ഉലമ ചൊല്ലിക്കൊടുക്കാനൊക്കെ കാരണമായത് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുടക്കം കുറിച്ച ആ ഹദീസിൻ്റെ ഗുണമാണ്. ഒരിക്കൽ പൊന്നാനിയിൽ എൻ്റെ ഉസ്താദുമായി സിയാറത്തിന് പോയപ്പോൾ അവിടെ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ദിവസം തുടങ്ങുന്നു. എനിക്കൊരു 14 വയസ്സേ ഉണ്ടാവും. ഒരു 500 മുദരിസുമാരുണ്ടാവും. അവർക്കെല്ലാം 10 കിതാബാണ് ചൊല്ലിക്കൊടുത്തത്, മുത്തഫരിദ്. അതിൽ കൂടിയപ്പോൾ നമ്മൾ മദീനത്ത് പോയി സുഫയിലിരിക്കുന്നത് പോലെ തോന്നും പൊന്നാനി പോയി വളക്കത്തിരുന്നാൽ. അവിടെ നിന്ന് നിയ്യത്ത് ചെയ്ത എല്ലാ മുറാദുകളും അല്ലാഹു തആല എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ ഹാസിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ദർസ് ആരംഭം ഉലമാഇൻ്റെ അഫ്വാഹ്, അവരുടെ വായിൽ നിന്ന് പറയുന്നത് അതുപോലെ ഏറ്റുചൊല്ലുന്ന ഒരു ദർസ് സംവിധാനം. ഉസ്താദില്ലാത്ത ദർസ് വഴുതിറ്റിപ്പോൾ. നാസറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന ആധുനിക ലോകത്തെ ഒരു പണ്ഡിതൻ ഉണ്ട്. അയാൾ പണ്ഡിതനാണോ എന്നുള്ള വേറെ കാര്യം. അയാളെപ്പറ്റി പറയുന്നത് എന്താ, അയാൾ ഒരു വാച്ച് റിപ്പയറായിരുന്നു, ക്ലോക്ക് നന്നാക്കുന്ന ആളായിരുന്നു. ക്ലോക്ക് നന്നാക്കാൻ കണ്ണു കാണാൻ എന്തോ ആയപ്പോൾ അയാൾ ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒരു ബുക്ക് സ്റ്റാളിൽ തൂപ്പുകാരനായി നിന്നു. അങ്ങനെ അയാൾ ഈ പുസ്തകങ്ങളൊക്കെ കിതാബുകളൊക്കെ വായിച്ചിട്ട് അയാളുടെ ഇഷ്ടം പറയാൻ തുടങ്ങി. പറഞ്ഞ് അയാളെ ദലാലിയത്ത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അയാളുടെ ഒരു കിതാബാണ് സ്വഹീഹ് ഇബ്നു മാജ, ലഈഫ് ഇബ്നു മാജ. അഇമ്മത്ത് മെനക്കെട്ടുണ്ടാക്കിയ കിതാബുകളിൽ നിന്ന് സഹീഹും ലഈഫും വേർതിരിക്കുന്ന കുരുത്തക്കേടിൻ്റെ കൊട്ടക്കണക്കായ സപ്ലയറായി അയാൾ മാറി. അപ്പോൾ ഇൽമെന്ന് പറയും ഇതുപോലെ അഫ്വാഹുൽ മശായിഖ്, ബിസ്മി പറഞ്ഞു തരുന്നു, അർത്ഥം പറഞ്ഞു തരുന്നു, ആ അർത്ഥം നമ്മൾ ചൊല്ലിപ്പഠിക്കുന്നു. ഈ കിതാബിൽ പറഞ്ഞത് എൻ്റെ ഉസ്താദ് പറഞ്ഞതുപോലെയാണ് എനിക്ക് തിരിയേണ്ടത്. എനിക്ക് തിരിയും പോലെ എനിക്ക് സ്വന്തം ഒരു തിരിച്ചിലില്ല.
അപ്പോൾ ഉസ്താദുമാരുടെ വായകളെ സൂക്ഷിച്ചുകൊണ്ട് അവരെന്ത് പറഞ്ഞോ അതുപോലെ നമ്മളും. മദ്രസയാണെങ്കിൽ എഴുതി പഠിക്കും, ദർസ് എഴുതി പഠിക്കലില്ല, 1000 വട്ടം പറഞ്ഞാലേ ഹൃദയസ്ഥമാവൂ, അങ്ങനെ പഠിക്കണം. ഒരു വലിയൊരു മൊയിലേരി എനിക്കറിയാം, അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ശംസുലുമാഴത്താൻ തോന്നുന്നു ദർസിൽ പോയി. അവിടെ ചെന്നപ്പോൾ കോളേജിൽ ചേരാൻ വേണ്ടി ചെന്നതാ. കേരളത്തിൽ അരിപ്പെട്ട് തങ്ങളെ ഇവിടെ തങ്ങളെ ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കി മജീസ് അവിടേക്ക് കോളേജ് ചേരാൻ വേണ്ടി ചെന്ന്, പട്ടിക്കാട് കോളേജിലാണെന്ന് എൻ്റെ ഓർമ്മ, എൻ്റെ ഉസ്താദ് പറഞ്ഞതാ. അവിടെ ഉസ്താദിൻ്റെ റൂമിൻ്റെ വാതിൽക്ക് ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടന്നു. ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എല്ലാ കിതാബും ഓതി നല്ല തിരിയുന്ന ആളിപ്പോൾ ഹയാത്തിലുണ്ട്, ആൾ ഇപ്പം ഞാൻ പറയുന്ന ആൾ. പക്ഷേ ഈ മൂളിപ്പാട്ടൊന്നും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതെല്ലാം കിതാബ് ഓതി, എല്ലാ കിതാബും എല്ലാം ഓതിയിട്ടുണ്ട്, നല്ല തിരിയുന്ന ആളാണ്. അപ്പോൾ ശംസുൽമ ചോദിച്ചു, മീസാൻ ഓതിയടാ ചോദിച്ചു. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. എന്നോട് മീസാൻ ഇതെന്ന് ചോദിച്ചു. ഞാൻ അത്രയും ബാക്കിയാത്ത ഡിഗ്രി എടുത്തിട്ട് പട്ടിക്കാട് പോയാളാ ഈ പറഞ്ഞ മുല്ലേര്. നമ്മുടെ ജിഹത്താണ് ഇപ്പോൾ മാറി നിൽക്കുക ആളാ. അങ്ങനെ ഫായല എന്താ അർത്ഥമെന്ന് ചോദിച്ചു. ഫായല അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ആ കൊള്ളാം, നീ മീസാൻ ഓതിയിട്ടുണ്ട്. ഫായലത്ത് എന്താണ് അർത്ഥം? അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു. ആ അതും കൊള്ളാം. എടാ ഒരു കുട്ടി പ്രവർത്തിച്ചു എന്നതിന് എന്താ പറയാ ചോദിച്ചു. പൊളിഞ്ഞു, അയാളെ മീസാൻ പൊളിഞ്ഞു. അപ്പോൾ പഴയ മഹാന്മാരെന്ത് പറഞ്ഞു കൊടുക്കും? ഫഅല, അവൻ ഒരു ആൺ പിറന്നവൻ പ്രവർത്തിച്ചു. ഫഅലത്ത്, അവൾ ഒരു പെൺ പിറന്നവൾ പ്രവർത്തിച്ചു. അപ്പോൾ ചെറുതും വലുതും വയസ്സനും ബുഡ്ഡാവാല എല്ലാവരും പെട്ട്. ഉസ്താദ്മാരെ നാക്ക് അതാണ്. അതിനാണ് നെല്ലിക്കുത്ത് ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾ അഫ്വാഹുൽ മശായിഖ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഉസ്താദ്മാരെ അർത്ഥം കൃത്യമായി ജാമിഉം മാനിയുമായിരിക്കും. ഒന്നും അതിലേക്ക് കടത്താനും ഉണ്ടാവുകയില്ല, ഒന്നും വെട്ടിച്ചുരുക്കാനും ഉണ്ടാവുകയില്ല. അതാണ് അഫ്വാഹുൽ മശായിഖ്. എന്നോട് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു, ബാദ്ഷാ ഞങ്ങളൊക്കെ ഓതന കാലത്ത് ലാ റൈബ ഫീഹി, അതിൽ ഇളക്കരായ്മ ഇല്ല, ലാ റൈബ ഫീഹി, അതിൽ ഇളക്കരായ്മ ഇല്ല എന്ന് പറഞ്ഞു. ഫാറൂഖ് സഖാവിന് അതിന് അർത്ഥം അറിഞ്ഞോളണമെന്നില്ല ഇളക്കരായ്മയുടെ അർത്ഥം. നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത് അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോളൂ അതിൻ്റെ അർത്ഥം എന്താണ്. പക്ഷേ ഉസ്താദ് പറഞ്ഞതല്ലേ ലാ ശക്ക ഫീഹി, അതിൽ ഇളക്കരായ്മ ഇല്ല, ലാ ശക്ക ഫീഹി, അങ്ങനെ പറഞ്ഞു പഠിച്ചു. പിന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തിൽ സംശയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ അത് നമ്മൾ മനസ്സിലായെങ്കിൽ അത് പറയൂല. എന്തേ പറയൂ? അതിൽ ഇളക്കരായ്മ ഇല്ല എന്നേ പറയൂ. ബാക്ക് ബി സീനിന് കെട്ട് മീനമ്മി ബിസ്മി എന്ന് പഠിപ്പിച്ചിരുന്ന കാലമുണ്ട്. ഇപ്പോഴും ആഫ്രിക്കൻ രാജ്യത്തും സുഡാൻ രാജ്യത്തൊക്കെ ഇതേ ശൈലിയുണ്ട്. ബാക്ക് ബി സീനിന് കെട്ട് സുക്കൂൻ ബിസ്മി എന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ ബോർഡ് പഴയ സിലബസ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഉസ്താദുമാരുടെ വായ സൂക്ഷിച്ചുകൊണ്ട് അത് തന്നെ പല ആവർത്തി പറഞ്ഞുകൊണ്ട് ഹൃദിസ്ഥമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ദർസ്, മദ്രസയല്ല. വലൗല നഫറ മാ കാന ലിൽ മുഅ്മിനീന അൻ യൻഫിറു കാഫത്തൻ വലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. ബിസിനസ്സിന് പോകുന്ന ആളുകൾ, കച്ചവടത്തിന് പോകുന്ന ആളുകൾ, കൃഷിക്ക് പോകുന്ന ആളുകൾ, പല നിലക്കും ജീവിത ചുറ്റുപാടുകളുമായി പോകുന്ന ആളുകൾ, യുദ്ധത്തിന് പോകുന്ന ആളുകൾ ഒന്നായി കെട്ടും പറക്കി പോകലല്ല. കുറച്ച് ആളുകളുണ്ടാവും. അവർ ജോലി എന്താ? അവർ ശരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവായ്ക്ക് മുമ്പിൽ ചടഞ്ഞിരുന്ന് പഠിക്കുന്നവർ. ലിയതഫഖഹു ഫിദ്ദീൻ, ചടഞ്ഞിരുന്ന് ഇൽമിൽ വലിയ അവഗാഹം നേടാൻ തീരുമാനിച്ചു വന്ന ആളുകൾ. അങ്ങനത്തെ ആളുകളെ കൊണ്ടാണ് എന്തിന് ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. പോയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ചൊല്ലിക്കൊടുക്കണം. അങ്ങനെ ഒരു സംവിധാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഫയിൽ നിന്ന് മദീനത്ത് നമ്മൾ കാണുന്ന ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തുടങ്ങിയ ആ സംവിധാനമാണ് ലോകത്ത് പ്രചരിച്ച് പ്രചാരം നേടി വലിയ ചെലവില്ലാതെ വലിയ വലിയ മുഹഖിഖുകളായ ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന പദ്ധതി തുടങ്ങിയത്. അതിന് നല്ല അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത 90 വയസ്സ് പിന്നിട്ട മഹാപണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ. പല ഹദീസിൻ്റെ സബുക്കിലും ഒബിസനദിൽ മുത്തസിലി എന്ന് തുടങ്ങുമ്പോൾ അവിടെ കുത്തിയിരിക്കുന്ന മൊയിലേരെ പേര് പറയും. നമ്മൾ പറയൂലേ, നമ്മളെന്താ വലിയ ഉസ്താദിനെ പറ്റി അങ്ങനെ പറയേണ്ടതില്ല എന്നും, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ചില അനുമാനങ്ങളുണ്ടായി നമുക്ക്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒബിസനദിൽ മുത്തസിലി
മിൻ ശൈഖിനാ സുൽത്താനിൽ ഉലമാ ഹഫിളഹുല്ലാഹു വനഫഅനാ ബിഉലൂമിഹി ഇലൽ ഇമാമി അൽ മുത്ഖിനി അൽ ഹാഫിളി അൽ ഹുജ്ജത്തി അമീരിൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബത്ത് അൽ ബുഖാരി അൽ ജുഅഫി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്ഗ്യാന്തമാണ്. ദേവബന്ദ് ഞാൻ പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ ആ ഇരിക്കുന്ന മൂലയുടെ പേര് ഇവിടെ തുടങ്ങുന്നത്. അതുപോലെയാണ് ഷെയ്ഖ് ഹസൻ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആണ് പല ആളുകളും സബക്ക് തുടങ്ങുന്നത്. അപ്പം അവരുടെ ആ ഉസ്താദന്മാരെ പേര് പറഞ്ഞുകൊണ്ട് ഉറപ്പായും ഞങ്ങൾക്ക് സിൽസിലയുണ്ട്. അദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. ഈ പരമ്പര മുറിയാത്ത അറിവാണ് ഇവിടെ ഞങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. അതിലേക്കാണ് ഞങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഒരിക്കലും പരമ്പര മുറിയാത്തത് കൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോവുകയില്ല. ഹദീസായതുകൊണ്ട് പ്രത്യേകിച്ചും സൂക്ഷ്മതകൾ വേണം. ഇപ്പോൾ ഞങ്ങൾ ചില ഉദറിന് വേണ്ടി ഉസ്താദന്മാർ മോളിരുന്നെങ്കിലും കിതാബിൻ്റെ മോളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഞാൻ ഇരിക്കില്ല. ഇതിനൊക്കെ വലിയ കിതാബ് ഇപ്പോൾ പോയത്, അതിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അപ്പോൾ കിതാബുകളെ സൂക്ഷിക്കുക, എൽമിനെ സൂക്ഷിക്കുക, ഉസ്താദുമാരെ വായ സൂക്ഷിക്കുക. ഇതെല്ലാം സൂക്ഷിച്ച് മൻ കദബ അലയ്യ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ മുതഅമ്മിദൻ വഫീ റിവായത്തിൻ. എൻ്റെ മേലിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് ഹദീസുകൾ നമ്മൾ ഹൃദയസ്ഥമാക്കുന്ന നമ്മൾ ഒരുപാട് പിന്നിലാണ്. ഒരു 50 കൊല്ലം മുമ്പ് ഹിഫ്ദിൽ നമ്മൾ പിന്നിലായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഹിഫ്ദ് ഇഷ്ടം പോലെ വന്നു. ഹദീസുകളും കാണാതെ പിടിക്കുന്ന സംവിധാനം വരണം. പക്ക ഞാനീ പറയുന്നത് ഹദീസിൻ്റെ അതേ ലഫ്ദ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചാൽ തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. നുണ പറഞ്ഞിട്ട് പറയാനുള്ള ഒരു ചുളുവല്ല ഔ കമാ ഖാല, അതൊരു വറഅയാണ്. അപ്പം അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകൾ കൊണ്ട് നാം ആരംഭിച്ച ഈ ദർസ് ഉന്നത ദർസാകണം. അതിന് നിങ്ങളൊക്കെ ഓരോ സബക്കിലും കൃത്യസമയത്ത് വരണം. വുളു ഉണ്ടാകണം. കിതാബിനെ ബഹുമാനിക്കണം. ഉസ്താദിൻ്റെ മുഖത്ത് കിതാബിൻ്റെ അകത്ത്, കിതാബിൻ്റെ അകത്ത് ഉസ്താദിൻ്റെ മുഖത്ത്, അത്രേ ശ്രദ്ധ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഇൽമു ഒപ്പിയെടുക്കണം. താജുൽ ഉലമയെ പോലെ വലിയ താജുൽ എങ്ങനെ വർണ്ണിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുടെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. കാണാതെ പൊന്മുള ഉസ്താദ് തവ്വലല്ലാഹു ഉംറ പറഞ്ഞു 40 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞിട്ട് 10-20 കൊല്ലായി. കോട്ടൂർ ഉസ്താദുമായി ഉള്ളാളെത്തി വന്നപ്പോൾ താജുൽ ഉലമ കാണാതെ തുഹഫ ദർസ് നടത്തുന്നു. അപ്പോൾ ആരായിരിക്കും എന്തെന്ന് അവരെ പറ്റി പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ സദസ്സിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണല്ലോ. ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് സീനിയറാണ് ബഹുമാനപ്പെട്ട ഷറഫുസാദാത്ത്. ഈ സമയത്തെങ്കിലും ഇങ്ങനെ ഒരു ദർസ് തുടങ്ങണമെന്ന് തോന്നിയല്ലോ. അത് തന്നെ താജുലമ്മയുടെ ഭയങ്കര ക്രാമത്താണ്. അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ് വണ്ടിയിൽ ഇങ്ങനെ വിലസിപ്പോവും. ഇപ്പം എന്തായി, അതുപോലെ അങ്ങോട്ടും വിലസണം. അപ്പോൾ ഇൻഷാ അള്ളാ വലിയൊരു തുടക്കമാണ്. തങ്ങൾ എൻ്റെ കൽബ് കവർന്ന ഒരു സയ്യിദാണ്. അങ്ങനത്തെ സയ്യിദന്മാർ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് നിൽക്കുന്ന സയ്യിദന്മാർ വളരെ കുറവാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. റഈസുൽ ഉലമാ സുൽത്താനുൽ ഉലമാ ബദറുസ് സാദാത്ത് മുഹയ്യിസുന്ന പേരുടെ ഉസ്താദ് സയ്യിദ് അലി മാഫക്കി തങ്ങൾ നമ്മുടെ എല്ലാ നേതൃത്വത്തിനും മാണി ഉസ്താദ് അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മഹത്തുക്കൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ ആശംസ അവസാനിപ്പിക്കുന്നു. വന്നിട്ടുള്ള എല്ലാ കുട്ടികളും മുത്തഅല്ലിമീങ്ങളായി വരുന്നതിൽ ഒന്നുകൂടെ മുന്നോട്ട് വന്നിരുന്ന ഞങ്ങളും തിരിച്ചറിയാൻ പറ്റും. ഇനി കുറച്ച് ആൾക്കാർ കൂടി ഇല്ലേ ഇതില്ല ഇവിടെ വന്നിരുന്ന 10-15 ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് നിങ്ങൾ പുറയുന്ന അങ്ങനെ ചെയ്യാം. ഇവിടെ വാ ഇൻഷാ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വലിയ വലിയ ഉസ്താദന്മാർ പ്രസംഗിക്കാനുണ്ട്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംരംഭത്തിന് ആലപ്പുഴ ഹാഷിമയുടെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.